അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, നാടൻ കറിയായ കാരണം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 8-10 ഉലുവ. കടുക് ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8-10 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൊണ്ടൻ മുളകാണ് യൂസ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ തൊണ്ടൻ മുളക് ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ പച്ചമുളകായാലും മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂണൊക്കെ മതിയാകും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കളറൊന്നും ചേഞ്ച് ആകണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വച്ചേക്കണത്. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. തീ നന്നായിട്ട് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ മാങ്ങ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഞാനിവിടെ ഒരു ചെറിയ മാങ്ങയാണ് എടുത്തേക്കണത്. നന്നായിട്ട് വിളഞ്ഞ മാങ്ങ, തൊലിയോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തേക്കണത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അടച്ചു വെച്ച് കൊടുക്കുവാണേ. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. നല്ല വിളഞ്ഞ മാങ്ങയാണല്ലോ. ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അത് 2 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി തിളയ്ക്കണ്ട, ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അത് ഇത്രയുള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള മാങ്ങാക്കറി. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.